ക്വാറി മാഫിയകൾക്കും വെടിമരുന്ന് കമ്പനികൾക്കും അനുമതി നൽകാത്തതാണ് മുതലമട പഞ്ചായത്തിലെ ഭരണ അട്ടിമറിക്കിടയാക്കിയതെന്ന് മുതലമട പഞ്ചായത്ത് മുൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്വതന്ത്ര അംഗങ്ങളുമായ കൽപ്പനാദേവിയും താജുദ്ദീനും. അഴിമതിയുടെ കാര്യത്തിൽ CPM, കോൺഗ്രസ്, BJP ഒറ്റക്കെട്ടാണ്. ജനാധിപത്യ വിരുദ്ധമായാണ് CPM മുതലമട പഞ്ചായത്ത് ഭരണം പിടിച്ചടക്കിയതെന്നും ഇരുവരും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM 9, കോൺഗ്രസ് 6, BJP 3, സ്വതന്ത്രർ 3 എന്നിങ്ങനെയാണ് മുതലമട പഞ്ചായത്തിലെ കക്ഷിനില. BJPയുടെ പിന്തുണയോടെ ഭരണത്തിലേറിയ CPM സ്വജനപക്ഷപാതം കാണിച്ചതോടെയാണ് കോൺഗ്രസ് നിർദ്ദേശമനുസരിച്ച് കോൺഗ്രസിന്റെ പിന്തുണയോടെ തങ്ങൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായത്. തങ്ങൾ ഭരണമേറ്റതോടെ ഭരണസ്വാധീനം ഉപയോഗിച്ച ജീവനക്കാരെ സ്ഥലം മാറ്റിയും നിർബന്ധിച്ച് ലീവെടുപ്പിച്ചും CPM ഭരണസ്തംഭനമുണ്ടാക്കി. ഫണ്ട് ചെലവഴിക്കാൻ മാർഗമില്ലാതെ വന്നതോടെ പഞ്ചായത്തിൽ ദിവസങ്ങളോളം സമരം നടത്തുകയും ഹൈക്കോടതിയെ സമീപിക്കേണ്ടിയും വന്നു. ഒട്ടനവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഭരണസമിതിയെ അട്ടിമറിക്കാനാണ് CPM ശ്രമിച്ചത്. അനധികൃത കോറി നടത്തി 75 ലക്ഷം ഫൈൻ വന്ന പഞ്ചായത്ത് മെമ്പറെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ഭരണമാറ്റത്തിന് CPM ശ്രമിച്ചു. ജനത്തിനും പ്രകൃതിക്കും ദോഷമാവുന്ന അനധികൃത കോറി വെടിമരുന്ന് കമ്പനികൾക്ക് ലൈസൻസ് നൽകാൻ വിസമ്മതിച്ചതോടെ CPMഉം കോൺഗ്രസിലെ ചിലരും ഒന്നിച്ചാണ് CPM അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അവിശ്വാസ പ്രമേയം സംബന്ധിച്ച് കോൺഗ്രസ് വാക്കുപാലിച്ചില്ല. നാളിതുവരെ മുൻകാല വികസന പദ്ധതികളാണ് തങ്ങൾ ഭരിച്ച 2.25 വർഷത്തിനിടയ്ക്ക് നടത്തിയത്. പഞ്ചായത്തിലെ ചില മെമ്പർമാരുടെ അനധികൃത ഇടപാടുകളും നിയമവിരുദ്ധതയും തുറന്നു കാണിച്ച് ജനകീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മുൻ പ്രസിഡന്റ് കൽപ്പനാദേവി, മുൻ വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ എന്നിവർ പറഞ്ഞു. 2012 3 മാസം സമരം ഇരുന്ന ഒരു പൂട്ടിയ കോറിയാണ് 5 സ്റ്റാർ കോറി. അത് പേര് മാറ്റിക്കൊണ്ട് വെങ്ങനാട് എന്ന പേര് മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ലൈസൻസിന് അത് വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള ചില മെമ്പർമാര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ സീറ്റിൽ ഇരുത്തിയവരല്ലേ, ഈ കോറിക്ക് ലൈസൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കൊട്ടയായി പറഞ്ഞു, ഞങ്ങളുടെ സീറ്റ് പോയാലും ഈ കോറിക്ക് ഞങ്ങൾ അനുവദിക്കില്ല. അത് എൻ്റെ സ്വന്തം വാർഡും കൂടിയാണ്. അതിലെയാണ് ഞങ്ങളുടെ ഐക്യങ്ങൾ ഉടഞ്ഞത്. ഞങ്ങളുടെ മെമ്പർമാരെ കൂടെ നിന്നും ബന്ധങ്ങൾ ഞങ്ങൾ മാറി തെറ്റിയത് അതിലെയാണ്. അത് കഴിഞ്ഞ് അവരുടെ കൂടെ കൂട്ടുകൂടി. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയും, A ഇല്ല, AS ഇല്ല, JS ഇല്ല, BO ഇല്ല. ഇങ്ങനെ മെയിൻ തസ്തികളെല്ലാം ഒളിച്ചിട്ടു. CPMന്റെ ഒരു തന്ത്രമാണ്. അവരുടെ കുത്തക പഞ്ചായത്തിൽ നിന്നാണ് അവര് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്നാണ്. ജനങ്ങളുടെ പഞ്ചായത്തിൽ നിന്നൊന്നും അവർക്ക് ചിന്തയേ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പഞ്ചായത്ത് കൈവിട്ടു പോയി അത് പിടിക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഭരണം നഷ്ടപ്പെട്ട മുതൽ അവരുടെ ലക്ഷ്യമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ സമരം ഇരുന്ന് ഇവരുടെ എല്ലാ മുഖങ്ങളും ഞങ്ങൾ വെളിയെ കൊണ്ടുവന്നു. ആദിവാസി സംരക്ഷക സംഘം നേതാവ് നീലിപ്പാറ മാരിയപ്പനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.